എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീന ടീച്ചർ. 1986 മുതൽ സെൻറ്റ് ജോർജസ് മിക്സഡ് LP സ്കൂൾ പുഴങ്കാവിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. സെനോ ടീച്ചറുമായുള്ള മ്യൂച്വൽ ട്രാൻസ്ഫർ വഴിയാണ് ഞാൻ ഈ വിദ്യാലയത്തിലെത്തിയത്. അന്ന് അവിടുത്തെ മാനേജറായിരുന്നത് ഞങ്ങളുടെ അപ്പച്ചനായിരുന്ന KV ലൂയിസ് മാസ്റ്ററായിരുന്നു. അവിടുത്തെ പ്രധാന അധ്യാപകൻ ദിലീപൻ മാസ്റ്ററായിരുന്നു. അന്ന് ഞങ്ങളുടെ അമ്മച്ചി തേശു ടീച്ചർ, ഗുരുതുല്യരായ രാധ ടീച്ചർ, സത്യഭാമ ടീച്ചർ, തങ്ക ടീച്ചർ, ലൂസിയമ്മായി, മാലതി ടീച്ചർ, ഖദീജാബി ടീച്ചർ, ഹരീഷ് മാസ്റ്റർ എന്നിവരോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അക്കാലത്ത് C ഷേപ്പിലുള്ള ഓടിട്ട ഒരു കെട്ടിടവും 2 മുറികളോടുകൂടിയ മറ്റൊരു കെട്ടിടത്തിലുമാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ദിലീപൻ മാസ്റ്റർക്കും മാലതി ടീച്ചർക്കും ശേഷം 2003 ഞാൻ അവിടെ പ്രധാന അധ്യാപികയായി നിയമിതയായി. നല്ലൊരു പേരുകെട്ട സ്കൂൾ ആയതിനാൽ അക്കാലത്തും ആവശ്യത്തിന് കുട്ടികൾ വിദ്യാലയത്തിലുണ്ടായിരുന്നു. 2006 ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമേറിയപ്പോൾ ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയമാക്കി മാറ്റി. അതിനോടനുബന്ധിച്ച് LKG, UKG എന്നിവ പ്രീ പ്രൈമറിയിൽ ആരംഭിച്ചു. പ്രീ പ്രൈമറി അധ്യാപകരുടെ മഹത്തായ സേവനങ്ങൾ ആ വിദ്യാലയത്തിന് കരുത്തേകി. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വരവ് വിദ്യാലയത്തെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചു. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ കുട്ടികൾ സ്കൂൾ വണ്ടികളിലായി സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. 2008 സ്കൂൾ കെട്ടിടം വീണപ്പോൾ നമ്മുടെ മാനേജർ 8 ക്ലാസ് മുറികളോടുകൂടിയ ഒരു 2 നില കെട്ടിടം നമുക്ക് നിർമ്മിച്ചു തന്നു. നമ്മുടെ മാറി മാറി വരുന്ന PTA-കളും അതുപോലെ OSAയും നാട്ടുകാരും വിദ്യാലയത്തെ നെഞ്ചിലേറ്റിയപ്പോൾ നമ്മുടെ കുറവുകളൊക്കെ നിറവുകളായി മാറി. വിദ്യാലയത്തിന് 3 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു അടുക്കളയും 50,000 രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ചുമർ ചിത്രങ്ങൾ വരച്ച വിദ്യാലയവും 75,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ജലശുദ്ധീകരണിയും ഉണ്ടാക്കി. പിന്നീട് സ്കൂളിന്റെ 2ാം നിലയുടെ ഡ്രസ് വർക്ക് OSA സെക്രട്ടറി ആയിരുന്ന ശ്രീ സോമൻ താമരക്കുളത്തിന്റെ പ്രത്യേക ശ്രമഫലമായിട്ട് പത്മശ്രീ സുന്ദർ മേനോൻ 1 ലക്ഷം രൂപ ചെലവാക്കി സീലിംഗ് നിർമ്മിച്ചു തന്നു. എല്ലാ ക്ലാസ്സുകളിലും മൈക്ക് സംവിധാനവും LED TVയും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠനവും സാധ്യമാക്കിയതോടെ പഠനം കുറെ കൂടി ലളിതമായി. അക്കാലത്തെ അധ്യാപകരുടെ ആത്മാർത്ഥമായ സഹകരണവും കഠിന പ്രയത്നവും സ്കൂളിന്റെ പ്രശസ്തി വാനോളം ഉയർത്തി. ഉപജില്ലാതല കലാമേളകളിലും കായികമേളകളിലും പ്രവൃത്തി പരിചയമേളകളിലും നമ്മുടെ വിദ്യാലയം 1-2 സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. LSS സ്കോളർഷിപ്പ് എല്ലാ വർഷവും ലഭിക്കുന്ന ഒരു വിദ്യാലയമായി, ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിക്കുന്ന ഒരു വിദ്യാലയമായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. സ്റ്റെപ്സ് പദ്ധതി കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും കുട്ടികളുടെ സ്വഭാവത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ മാറ്റങ്ങൾ വരുത്താനും സഹായിച്ചു. 2019 ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ നിമി ടീച്ചർ പ്രധാന അധ്യാപികയായി സ്ഥാനമേറ്റു. തുടർന്ന് ടീച്ചറുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകി. മാനേജറായിരുന്ന ശ്രീ സാജു ലൂയിസ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുകയും സ്കൂളിന് വാഹനങ്ങൾ വാങ്ങി നൽകുകയും അതുപോലെ തന്നെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളിൽ എന്നും സ്കൂളിന് കരുത്തായി നിലകൊള്ളുന്നു. 100ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ സത്കീർത്തി കേരളമൊട്ടാകെ മുഴങ്ങിക്കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് കൂടുതൽ മനോഹരമാക്കാനായിട്ട് പ്രയത്നിക്കാം. ഫെബ്രുവരി 14-15 തീയതികളിൽ നടക്കുന്ന വാർഷിക ആഘോഷങ്ങളിലും ഷീന ടീച്ചറുടെ റിട്ടയർമെൻറ്റ് പ്രോഗ്രാമുകളിലും നമുക്ക് ഒന്നിച്ചു ചേരാം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.